ആ നമ്മൾ മിക്ക ആഴ്ചകളിൽ നമ്മളിതുപോലെ മീൻ മേടിക്കാനായിട്ട് പോകാറുള്ളതാണ്. അപ്പം നമ്മൾ മീൻ മേടിക്കാൻ പോകുന്ന ആ സ്ഥലവും ആ വഴികളും എല്ലാം നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്നുള്ള രീതിയിലാണ് ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. നിങ്ങൾ കണ്ടു നോക്കുക, ഇഷ്ടപ്പെടുമായിരിക്കും. ഇഷ്ടപ്പെട്ടാലില്ലെങ്കിലും താഴെ കമൻ്റായിട്ടും ലൈക്കായിട്ടും ഷെയറായിട്ടും സബ്സ്ക്രൈബായിട്ടും നിങ്ങളങ്ങ് സഹകരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരുമിച്ച് മീൻ മേടിക്കാൻ പോകുന്നു ഇന്ന് UK ചന്തയിലേക്ക്, മീൻ ചന്തയിലേക്ക്. ഓക്കെ ഓക്കെ അപ്പോൾ ഞാനിവിടുന്ന് യാത്ര ചെയ്യുന്നത് ഹോവ് എന്ന സ്ഥലത്തു നിന്നും ഓർസ്ഫേഡിലുള്ള വണ്ടിക്കാണ് പോകേണ്ടത്. അതായത് ഇവിടെ 4-5 മിനിറ്റ് യാത്രയേ ഉള്ളൂ. അവിടെ ചെന്നിട്ട് ഹോവ് ലഗൂൺ എന്ന സ്ഥലത്തുള്ള ഫിഷ് എന്ന സ്ഥാപനത്തിലേക്കാണ് ഞാൻ പോകുന്നത്. അപ്പം നമുക്ക് ബസ്സിൽ കയറിയതിന് ശേഷം ബാക്കി യാത്ര നമുക്ക് പതിയെ കാണാം. ഓക്കെ, ബസ് വരാൻ നോക്കി പതുക്കെ പോ. ചന്തവും സമാധാനവും കാറ്റും മഴയും കോളും നിറഞ്ഞൊരു നഗരപ്രദേശമാണിത്. ഉണങ്ങി കരിഞ്ഞ് നിൽക്കുന്ന പോലെ വനശിഖരങ്ങൾ നിങ്ങൾക്ക് തോന്നും ഇവിടെ വേനലാണ്, വെയിലാണ്, ചൂടാണ്. ഇല്ല മക്കളെയല്ല, ഇവിടെ വിന്റർ കാലമാണ്, മഞ്ഞാണ്, തണുപ്പാണ്. അതിനെ പ്രതിരോധിക്കാനുള്ള മരങ്ങളുടെ അടവാണിത്. നിങ്ങൾ കാണുവിൻ, കണ്ട് കൊള്ളുവിൻ. തണുപ്പാണ്, തണുപ്പാണ്. അങ്ങനെ നമ്മൾ ജോർജ് സ്ട്രീറ്റ് എന്ന സ്ഥലത്തു നിന്നും മൈലോക്ക് എന്ന സ്ഥലത്തേക്കുള്ള വണ്ടി കയറിയിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് ബ്രിട്ടനിക്കോട്ട് എന്ന സ്ഥലമുണ്ട്, അവിടെയാണ് നമുക്ക് ഇറങ്ങേണ്ടത്. അവിടെ ഇറങ്ങിയതിന് ശേഷവും നമുക്ക് 2-3 മിനിറ്റ് നടക്കാനുണ്ട്. ഇതാണ് നമ്മുടെ വണ്ടിയുടെ അപ്പുറത്തേക്ക് നിന്നുള്ള കാഴ്ചകൾ. എൻ്റെ ജഗത്ത് നല്ല സുഖമാണ്, നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ പുറത്തിറങ്ങിയാൽ കാലാവസ്ഥ വളരെ മോശമാണ്. 4 ഡിഗ്രി 3 ഡിഗ്രിയൊക്കെ ഇന്നത്തെ ടെമ്പറേച്ചർ. അടുത്ത സ്റ്റോപ്പ് നമ്മുടേതാണ്. സ്റ്റോപ്പിൽ ഇറങ്ങാനായിട്ട് ബെല്ലടിക്കണം. ബെല്ലടിച്ചതിന് ശേഷം പതുക്കെ ഇറങ്ങിയതിന് ശേഷമുള്ള കാഴ്ചകൾ വീണ്ടും കാണിച്ചു തരുന്നതായിരിക്കും. ഞാനങ്ങനെ ബ്രിട്ടനിക്കോട്ട് എന്ന സ്ഥലത്ത് ബസ് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒരു 1-2 മിനിറ്റ് നടക്കാനുണ്ടോ സീസൈഡിലോട്ട്. സീസൈഡിലാണ് നമ്മുടെ ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. അവിടെ ചെല്ലുന്നു. നമ്മുടെ നാട്ടിലെ ചന്ത പോലെ വലിയ ചന്തയൊന്നും അല്ല. അത്യാവശ്യം കുറച്ചധികം മീനുകൾ, അത് കൂടുതൽ ഇംഗ്ലീഷ് മീനുകളാണുള്ളത്. നമ്മുടെ നാട്ടിലെ അയല, മത്തി, പിന്നെ നമുക്ക് പേറിയാത്ത കുറച്ചധികം മീനുകളുണ്ട്. നമ്മളവിടെ കിട്ടുന്നവ ആയിരിക്കാം. നിങ്ങൾ കണ്ടിട്ട് പറഞ്ഞാൽ കിട്ടുന്നതാണെന്നുള്ള കാര്യം. അങ്ങനെ കുറേ കിട്ടും. ഇതൊക്കെയാണ് പോകുന്ന വഴിക്കത്തെ കാഴ്ചകൾ. ഇവിടുത്തെ വീടുപണി നടക്കുന്നതും മരങ്ങളെല്ലാം ഡ്രൈ സമയത്ത് ഒതുക്കി വെച്ചിരിക്കുന്നതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇവരെ ഇവിടെയുള്ള ആൾക്കാർക്ക് എന്തോ ഇതുപോലൊക്കെ ഓരോരോ സാധനങ്ങളൊക്കെ മരത്തിൻ്റെ ചുവട്ടിലും മതിരയിലും ഒക്കെ വെച്ച് എന്ത് കാര്യത്തിനും അറിയത്തില്ല. ഈ മറ്റുള്ളവർക്ക് എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണോ, അദ്ദേഹത്തിൽ ആചാരപരമായിട്ടാണോ വെക്കുന്ന അറിയത്തില്ല. ഇങ്ങനെ ഓരോരോ മരങ്ങളുടെ ചുവട്ടിലും ഇങ്ങനെ ഓരോരോ ചെറിയ ചെറിയ സംഭവങ്ങൾ കൊണ്ട് വെക്കുന്ന ഒരു ആചാരമൊക്കെ ഇവിടെ ആചാരമായിട്ടാണോ അതോ സംഭവം നമുക്കറിയത്തില്ല. തടയാന്നൊരു താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇങ്ങനെ പോകുന്ന സമയത്ത് തന്നെ കാണാൻ പറ്റും. നല്ല ശാന്തവും സമാധാനവും ഉള്ള ഒരു ഏരിയയാണിത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഏരിയയാണ്. കണ്ടില്ലേ, ഇവിടെ സ്ഥിരമായിട്ട് കാണാൻ പറ്റുന്നൊരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. വീട്ടിലെ മക്കളെക്കാട്ടിലും കൂടുതൽ സ്നേഹിക്കുന്ന ഓരോ വസ്തുക്കളുണ്ട്. പൂച്ചയായിട്ടും പട്ടിയായിട്ടും ഒക്കെ ഉണ്ട്. അവരെ കൊണ്ടിങ്ങനെ നടക്കാൻ ഇറങ്ങുകയും ആരുമായിട്ട് ചെറിയ ബോളുകൾ കൊണ്ടോ അല്ല ഇറങ്ങിയത് കൊണ്ടോ കളികളൊക്കെ നടത്തുകയൊക്കെ ചെയ്യും. അത് അവർക്ക് തണുപ്പെന്നോ മഴയെന്നോ വെയിലെന്നോ ഒന്നുമില്ല. അതേ സമയത്ത് അവരിതുപോലെ ഇറങ്ങി നടക്കും, എക്സസൈസുകൾ ചെയ്യും. നമുക്ക് വളർത്തുമൃഗങ്ങളൊക്കെ ഉള്ളതാണെങ്കിലും സ്വന്തമായിട്ടാണെങ്കിലും ഓടാനും ചാടാനും അത് കാലാവസ്ഥയോ ടെമ്പറേച്ചറോ കാര്യങ്ങളൊന്നും അവർ ശ്രദ്ധിക്കാറുമില്ല, ഒന്നുമില്ല. അവരിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. നമ്മളങ്ങനെ നടന്ന് ആ സീസണിലെത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് താഴോട്ട് ഇറങ്ങിയിട്ട് വേണം നമുക്ക് കടയിലോട്ട് ചെല്ലാൻ വേണ്ടിയിട്ട്. കാണുന്നത് പോർട്സ്ലേയുടെ പുറത്തിഞ്ഞ റോഡാണ്. ആ റോഡ് ക്ലോസ് ചെയ്തിട്ട് വേണം. അന്ന് കാണുന്ന ഉണ്ടെന്ന് നിൽക്കുന്നത് ഹാർബറാണ്. അവിടെ കപ്പലുകളും കാര്യങ്ങളൊക്കെ കിടക്കുന്നതിൻ്റെ അതാണ് അവിടെ കാണുന്നത്. ഇനി ആ കാണാൻ സിഗ്നൽ ക്രോസ് ചെയ്ത് വേണം നമുക്ക് പുറത്തെടുക്കാം. ഒക്കെ നമ്മൾ വാഹനങ്ങളൊക്കെ നോക്കിയിട്ട് അപ്പുറത്ത് ക്രോസ് ചെയ്തിട്ട് ഇവിടെ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. കാരണം ഇവിടെ എല്ലാ സ്ഥലത്തും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. താഴെ കാണുന്ന ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴത്തേന് വെയിറ്റ് ചെയ്യേണ്ടി വരും. റെഡ് ലൈറ്റ് മാറിയിട്ട്
അവിടെ ഗ്രീൻ ആവും. ഇപ്പോൾ റോഡിൽ സൈന് ഗ്രീൻ മാറിയിട്ട് അവിടെ റെഡ് ആവും. നമുക്ക് പച്ചയും വാഹനങ്ങൾക്ക് റെഡും ആവും. രണ്ടിൽ വാഹനം ആരോ സിഗ്നൽ മാറാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരാളാണ് അവർ സൈക്കിൾ ഉണ്ടോ റെഡായിട്ടുണ്ട്. ഇനി അവരങ്ങോട്ടും നമ്മളങ്ങോട്ടും പോകും, ക്ലോസ് ചെയ്യും. എളുപ്പമാണ് കാര്യം. നമ്മൾ റോഡിനോട് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്, സിഗ്നൽ സിസ്റ്റമാണ്. കാരണം വഴിയാത്രക്കാർക്കും സൈക്കിൾ യാത്ര ചെയ്യുന്നവർക്കും ഇവിടെ വളരെയധികം വില കൽപ്പിക്കുന്നുണ്ട്. ഈ നാട്ടിലുള്ള ജനങ്ങളാണെങ്കിലും റോഡ് ജനങ്ങളാണെങ്കിലും ഇവരെല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ റോഡ് നടക്കാൻ വേണ്ടിയിട്ട് ഇത്രയധികം വീതിയിൽ സൈക്കിളുകൾക്കും ജനങ്ങൾക്കും എല്ലാം വേണ്ടി ഇത്രയധികം ഇടയിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാ റോഡുകൾക്കും ഇട കൊടുത്തിട്ടുണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. അവിടെ കയറി മറ്റുള്ള ആൾക്കാർ വാഹനം ഓടിക്കുക, സൈക്കിൾ ഓടിക്കുക, ബൈക്ക് ഓടിക്കുക ചെയ്ത് വളരെയധികം കുറ്റകരമാണ്. അപ്പോൾ നമ്മളങ്ങനെ എത്തിയിട്ടുണ്ട്. കാണുന്നത് കയാക്കിങ്, അതുപോലെ ബോട്ട് സർഫിങ് ഇതെല്ലാം പഠിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് ഈ കോവിലഗൂൺ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള. അതിപ്പം വിൻ്റർ ആയതുകൊണ്ട് അടച്ചിട്ടിരിക്കുകയാണ്. സമ്മർ സമയത്ത് വളരെയധികം ഭംഗിയാണ് ഒന്ന് കാണാനായിട്ട്. വളരെയധികം പഠിക്കുന്ന കുട്ടികളും പഠിച്ചതിന് ശേഷം ട്രെയിനിങ്ങിന് ഒന്നായിട്ട് വരുന്ന ആൾക്കാരും ഞാൻ ഒത്തിരി ഉണ്ട്. ഒത്തിരി ദിവസങ്ങളിലുള്ള ഞാൻ ഹോവിൻ്റെ ആക്ടിവിറ്റി എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസ് ഒത്തിരി ഉണ്ട്. ഇതെല്ലാം അവിടെ കാണിച്ച് ഒത്തിരി വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ടായിരിക്കും. അതൊക്കെ ഞാനിപ്പോൾ നേരിട്ട് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. നമുക്ക് എല്ലാം മീൻ മേടിക്കാൻ വന്നതായതുകൊണ്ട് മീനിൻ്റെ വഴിക്ക് നമ്മൾ മുന്നോട്ടൊന്ന് പോകും. നമ്മുടെ യാത്ര അങ്ങനെ തുടരുകയാണ്. ഈ കാണുന്ന റോഡ് ക്രോസ് ചെയ്തതിന് ശേഷം ഈ കാണുന്ന ട്രെയിൻ സെൻറ്ററും കഴിഞ്ഞ് നമ്മൾ ഉടനെ എത്തും. അതിന് ശേഷം ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് നമുക്ക് കടക്കും. അപ്പം ആകാശങ്ങളൊക്കെ ഇത് മൂടിക്കെട്ടി കിടക്കുന്ന കാണുമ്പോൾ എന്നും ഇങ്ങനെയായിരിക്കും. അങ്ങനെയല്ല, മിക്ക ദിവസങ്ങളിലും ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് കാർമേഘങ്ങളെല്ലാം കയറി സൂര്യപ്രകാശമെല്ലാം മറിച്ച് ഇതുപോലെ ഇരുണ്ടൊരവസ്ഥയായിരിക്കും. ചില ദിവസങ്ങളിൽ നല്ല സൂര്യപ്രകാശം ഉണ്ടാവും, നല്ല ഭംഗിയാണ് ഉടൻ കാണാനൊക്കെ ആയിട്ട്. എന്തോ ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സമയദോഷം, അല്ലാതെ എന്ത് പറയാനായിട്ടാ ഒക്കെ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണല്ലേ ഇവിടുത്തെ ചെടികളും മരങ്ങളും എല്ലാം വെട്ടി ഒതുക്കി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്. ഇത് സംഭരണ വരെ വെക്കാൻ വേണ്ടിയിട്ട് അവർ ഇവൻ്റ് സമയത്തെല്ലാം പ്ലാനിങ്ങോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ഇനി ആ കറക്റ്റ് സമയങ്ങളിലാകുമ്പോഴത്തേന് പൂവിട്ട് കായിട്ട് ഉള്ള ഭംഗി നിൽക്കുന്ന കാണുമ്പം അടിപൊളിയാവും. ഇതൊരു ഹാർഡ്വെയർ യാർഡാണ്. അത് വീട് പണിക്ക് ആവശ്യമായ കട്ട, മണൽ, സിമൻറ്റ് അങ്ങനെ സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു യാർഡാണ്. ഇനി തൊട്ടപ്പുറത്ത് കാണുന്നതാണ് നമ്മുടെ മീൻ വാങ്ങാൻ വന്ന ഷോപ്പ്. ഈ കാണുന്നതാണ് ഷോപ്പിനകവശം. ഇത് നമുക്ക് ആവശ്യമായിട്ടുള്ള മീനുകളെല്ലാം വൃത്തിയാക്കി അകത്തെ മുള്ളുകളെല്ലാം കളഞ്ഞ് റെഡി ടു യൂസ് എന്നുള്ള രീതിയിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ സീ ബാസ്, ഗിൽറ്റർ ഹെഡ്, സീ ബ്രിയമ, പിന്നെ നമ്മുടെ കണവ, കൊഞ്ച്, കൂന്തൽ, പിന്നെ മറ്റുള്ളവർക്ക് ഉപയോഗപ്പെട്ട കുറേ സാധനങ്ങളുണ്ട്. എല്ലാത്തരം മീനുകളും അതിനോടൊപ്പം തന്നെ നമ്മുടെ ലോബ്സ്റ്റർ, ക്രാബ് എന്തെങ്കിലും നമുക്ക് ഈ കടയിൽ കിട്ടുന്നതാണ്. അത് വൃത്തിയാക്കിയതിനൊരു വില, വൃത്തിയാക്കാതെ ഉള്ളതിന് വേറെ മറ്റൊരു വില. വൃത്തുക്കളെ നമ്മളെന്ന് മേടിച്ച സാധനത്തിൻ്റെ ബില്ലാണിത്. അതായത് സാഡിൻ, മത്തി, ഫ്രോസൺ സാഡിന് കിട്ടില്ല വില 4.25. അതായത് നാട്ടിലെ വില വെച്ച് നോക്കുമ്പോൾ തന്നെ 425 രൂപയോളം വരും. സ്കൊട്ടറിങ്ങിന് 890, 890 രൂപ എടുത്ത് വരും. പേടി നോക്കണം. 1 കിലോയുടെ പാക്കറ്റാണ്. 1 കിലോ 800 ഗ്രാം മറ്റേ കാണുന്നു. ഇതൊക്കെ ഉപയോഗിക്കുന്നത് 17 രൂപ, 1700 രൂപ ഇത്രവാനായിട്ടുള്ളത്. നമ്മളിനി യാത്ര തുടരുകയാണ്. നമ്മൾ യാത്ര തുടരുകയാണ്. ക്യാമറയ്ക്കായിട്ട് അതിനകത്ത് പോയി വീഡിയോ എടുക്കുന്നത് ശരിയല്ല. ആ സമയത്ത് മൊബൈലിൽ വീഡിയോ എടുക്കുന്നത് എല്ലാവർക്കും പ്രശ്നമെന്ന് തോന്നുന്നു. ഞാൻ നൈസായിട്ട് മൊബൈലിൽ വീഡിയോ എടുത്തിട്ടുണ്ട്, കാണിച്ചു തരുന്നതായിരിക്കും. ഇതൊക്കെ ഞാൻ ഇത്ര റിസ്ക് എടുത്തിട്ടുണ്ട്. നിങ്ങൾ അറിയിട്ടുണ്ട് ഇതല്ലോ. കണ്ടില്ല, അവിടെ നല്ല തെരഞ്ഞമണിയാറുണ്ട്, പെണ്ണുങ്ങളുണ്ടായിരുന്നു. അവരൊക്കെ നേരെ വീഡിയോ ക്യാമറ കാണിക്കാൻ പാടില്ല. ഇവിടെ അവർ കേസ് കൊടുത്താൽ നമ്മൾ ആ തകപ്പോ. ഞാൻ റിസ്ക് എടുത്തതാണ് അവരെ കരയ്ക്കാൻ വേണ്ടി നിങ്ങൾക്ക് വേണ്ടി എടുത്തിട്ടുണ്ട് വീഡിയോ. ഓക്കെ, ഇതാണ് സുഹൃത്തുക്കൾ. നമ്മൾ നിയമങ്ങളാണ് തന്നെ വലിയ പ്രശ്നങ്ങൾ. ചില സ്ഥലത്ത് നിങ്ങളവിടെ ക്യാമറ അല്ലവരല്ല. എന്നാൽ നിങ്ങൾ വീഡിയോ ഫോണിലെടുത്തെന്ന് പറയുന്ന സ്ഥലത്ത് കുറച്ച് സ്ഥലങ്ങളുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എനിക്കറിയത്തില്ല. അങ്ങനെയുണ്ട് കുറച്ച് സ്ഥലങ്ങൾ. അത് പ്രൊഫഷണൽ ക്യാമറ, ഇതുപോലെ വ്ളോഗിങ് ക്യാമറ, ആക്ഷൻ ക്യാമറ, അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കാൻ പറ്റത്തില്ല.
പക്ഷേ ഫോൺ ഉപയോഗിക്കാം. പക്ഷേ ഈ പറഞ്ഞ ഈ നിയമം ഉണ്ടാക്കി വെച്ച ആൾക്കാർക്ക് അറിയത്തില്ല ഈ സാധനങ്ങൾ വെല്ലുന്ന ക്യാമറ ആയിട്ട് ഇപ്പോഴത്തെ ഫോണുകൾ ഇറങ്ങണം എന്നുള്ള കാര്യം. മതി, എന്തിനാണ് വേറെ ക്യാമറ? മണ്ടൻ ശിരോമണികൾ. നോക്കൂ സുഹൃത്തുക്കളെ, നോക്കൂ. ലഗൂൺ. ഇല്ല, നമുക്ക് റോഡ് ക്രോസ് ചെയ്യണം, തെളിക്കത്ത് വീഴില്ല, വണ്ടി നോക്കണം, ചാടണം, ഓടണം, ഇതൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ. അപ്പം ഇവിടെ കൊണ്ട് ഇന്നത്തെ മീൻ വാങ്ങൽ അപാരത കഴിയുകയാണ്. തിരിച്ച് വീട്ടിൽ ചെന്നതിന് ശേഷം മീൻ കറി വെക്കണം, കഴിക്കണം, സമ്മാനത്തോടെ ഉറങ്ങണം, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. ശുഭദിനം. എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ബസ് കയറാൻ വേണ്ടി പോകുന്ന വഴിക്കുള്ള വെളുത്ത റോഡിൽ നിന്നുള്ള താഴത്തെ പോർട്ടിൻ്റെ ഒരു വ്യൂ ആണിത്. കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷേ തണുപ്പ് വളരെ കൂടുതലായതിനാൽ വളരെയധികം കാണിച്ചു തരാനുള്ള മാർഗമില്ല. അടുത്ത ദിവസങ്ങളിൽ ഇതിൻ്റെ എല്ലാം നല്ല മറ്റേ വലിയ വീഡിയോകളും ഇതുള്ള രസകരമായ വോയിസ് ഓവറുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പം സ്റ്റേ ട്യൂൺ. ബൈ.